ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും അതിനോടനുബന്ധിച്ച് പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളും വേദനകളെ കുറിച്ചാണ്. ഇത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രകൃതി ദുരന്തങ്ങൾ. 2 ദിവസമായിട്ട് ഇന്ത്യയുടെ ഉത്തരാഖണ്ഡിൽ ഉത്തരകാശി എന്ന് പറയുന്ന സ്ഥലത്ത് തുടർച്ചയായി പെയ്യുന്ന മഴയുടെ ഫലമായി കുത്തൊഴുക്കും വെള്ളപ്പൊക്കവും കാരണം അനവധി വീടുകൾ ഒലിച്ചു പോകുകയും അതുപോലെ തന്നെ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കേരളത്തിലെ മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായ സംഭവത്തിന് സമാനമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തമാണ്. ഇതിൽ ഇരയാവുന്നത് ഇന്ത്യയിലെ തന്നെ പാവപ്പെട്ട ജനങ്ങളും പട്ടിണി എടുക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളാണ്. ആ ജനങ്ങളാണ് ഇതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റഷ്യയിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പം, അതിൻ്റെ ഫലമായിട്ട് അനേകം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇത് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ഒരു മഴ പെയ്താൽ കുറേശ്ശെയായിട്ട് പെയ്ത് നമുക്കാവശ്യമുള്ള വെള്ളം തരുകയും അത് പ്രകൃതിയെ യാതൊരു ദുരന്തങ്ങൾ ഉണ്ടാക്കാതെ അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ വിപരീതമായി ഇപ്പോൾ എന്ന് പറയുന്നത് അതിശക്തമായ കോരിച്ചൊരിയലാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടാകുന്നു. ഇത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഫലമായി നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങൾ നമുക്ക് കാണാം. നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ കാലവർഷം കഴിയുമ്പോൾ കർഷകരുടെ ദുരിതപൂർണമായ ഒരു ജീവിതത്തെക്കുറിച്ച് ഒരു ചിത്രം നമുക്ക് കാണാനറിയും. അത് എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് ലോൺ എടുത്തുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം കൃഷി ഇറക്കിക്കൊണ്ട് ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കർഷകർക്ക് ദുരിതം വിതച്ചുകൊണ്ട് കൃഷിനാശങ്ങളും വിളനാശങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ കർഷകർക്ക് ദുരിതം അനുഭവിക്കാൻ വിധേയമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു. കർഷകർ ഒരുപാട് ദുരിതങ്ങളും കടക്കെണിയിലേക്കും മറ്റും അവർ നീങ്ങുകയും അവർ ആത്മഹത്യയിലേക്കും പോകുന്ന പല കാഴ്ചകളും ന്യൂസുകളും നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഓരോന്നായിട്ടുണ്ടാകുമ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ട് നിറയെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഭക്ഷ്യവിളകൾക്കും ഭക്ഷ്യധാന്യ ശേഖരത്തിനും കാര്യമായ കുറവുണ്ടാകുന്നു. അത് ഭാവിയിൽ നമ്മുടെ പട്ടിണിയിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. ഐക്യരാഷ്ട്ര സംഘടന തന്നെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു, കാലാവസ്ഥ വ്യതിയാനം മൂലം ലോകത്തിലെ പട്ടിണി പാവങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ പ്രതിവിധി എന്നോണം നമ്മൾ ഓരോരുത്തരും പ്രകൃതിക്കനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകും. ഇതിനെപ്പറ്റി ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ പറയുന്നത്, അദ്ദേഹം സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് എർത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു. അദ്ദേഹം NDTVയിലെ ഒരു അഭിമുഖത്തിൽ പറയുന്നു, അദ്ദേഹം പദവിയിലിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച്
ചർച്ച നടത്തുകയും ഗവൺമെൻറ് തലത്തിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഒന്നിച്ചിന് ചർച്ച നടത്തുകയും അങ്ങനെ ഇത് മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ആ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തതിൻ്റെ ഫലമാണ് ഈ ദുരന്തത്തിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്. പിന്നെ ഒരു കാരണം അദ്ദേഹം പറയുന്നത് ഈ നദീതീരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഹോട്ടലുകളും റിസോർട്ടുകളും വെള്ളക്കെട്ടിനെ, അതായത് വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അത് ഒരു ഡാം പോലാകുകയും ആ വെള്ളം കെട്ടിയെന്ന് അത് പൊട്ടി വരുമ്പോൾ അതൊരു പ്രകൃതി ദുരന്തമായി മാറാൻ ഇടയാകുന്നതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ശരിയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ തന്നെ ഒരുപാട് റിസോർട്ടുകളും ഹോട്ടലുകളും സ്ഥാപിതമായിട്ടുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ ഒട്ടുമിക്ക പ്രകൃതി സൗന്ദര്യം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ റിസോർട്ടുകളും ഹോട്ടലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. മനുഷ്യൻ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണം. അത് അവിടെ പോയി ആസ്വദിച്ചുകൊണ്ട് മടങ്ങിപ്പോരുന്നതിന് പകരം അവിടെ സുഖവാസങ്ങൾ കേന്ദ്രമായിട്ട് സുഖത്തിലധിഷ്ഠമായ ജീവിതം ആസ്വദിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ തന്നെ ദുരന്തത്തിനിരയാകുന്നത് അവിടെ താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളും സാധാരണക്കാരായ പട്ടിണി പാവങ്ങളാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ടിൻ്റെ ഈ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ശ്രീനിവാസൻ, മിസ്റ്റർ എം ശ്രീനിവാസൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് എത്രയോ ശരിയാണ്. നമ്മൾ കാടിൻ്റെ ഉള്ളിൽ റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോട്ടലുകളും സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രകൃതി ദുരന്തത്തിനെ ഇരയാവാൻ നിന്നു കൊടുക്കണോ? അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, ഇനിയും ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവിടെ വരും തലമുറയ്ക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഈ ദുരന്തങ്ങൾ ഒഴിവാക്കി ജീവിക്കാനാണ് എല്ലാവരോടും പറയുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ എല്ലാവർക്കും സുഖവും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയോട് അനുസരിച്ച് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശീലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൽക്കാലം ഞാൻ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.